ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ സൈക്കോളജിയുടെ 11ാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചിരുന്നത്? അപ്രോച്ചസ് ടു സൈക്കോളജി അഥവാ മനഃശാസ്ത്ര സമീപനങ്ങൾ. അതിൽ ആൽപോർട്ടിൻ്റെയും ആർ.ബി. കാറ്റലിൻ്റെയും വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ക്ലാസ് തൊട്ട് നമ്മൾ സൈക്കോളജിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്തിട്ട് പറയാം. നാളെ മുതൽ ഡെയിലി കേട്ടിട്ട് എക്സാം കഴിയുന്നത് വരെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, മറ്റുള്ളവർക്ക് കൂടി ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ഇന്ന് നമുക്ക് ആരെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്? കാൾ റോജേഴ്സ്. കാൾ റോജേഴ്സ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? മാനവികതാവാദത്തിൻ്റെ പിതാവാണ് കാൾ റോജേഴ്സ്. കാൾ റോജേഴ്സ് ആത്മാവബോധ സിദ്ധാന്തം അഥവാ സെൽഫ് തിയറി ആവിഷ്കരിച്ചതാരാണ്? കാൾ റോജേഴ്സ്. ആത്മാവബോധ സിദ്ധാന്തം അഥവാ സെൽഫ് തിയറി എന്താണ്? സെൽഫ് തിയറി, ആത്മാവബോധ സിദ്ധാന്തം ആവിഷ്കരിച്ചത് അല്ലെങ്കിൽ മാനവികതാവാദത്തിൻ്റെ പിതാവാണ് കാൾ റോജേഴ്സ്. ആത്മാവബോധ സിദ്ധാന്തം, ആത്മാദരം, ആത്മാഭിമാനം, ആത്മബോധം എന്നിങ്ങനെയൊക്കെയാണ് കാൾ റോജേഴ്സിൻ്റെ തിയറി അറിയപ്പെടുന്നത്. അപ്പോൾ ആത്മാവബോധ സിദ്ധാന്തം എന്ന് പറഞ്ഞാലും ആത്മാദരം എന്ന് പറഞ്ഞാലും ആത്മാഭിമാനം, ആത്മബോധം എന്നൊക്കെ പറഞ്ഞാലും എന്താണ്? കാൾ റോജേഴ്സിൻ്റെ തിയറിയാണ് അല്ലേ? അതായത് സെൽഫ് തിയറി, ആത്മാവബോധ സിദ്ധാന്തം. അടുത്തത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് മാനവികതാവാദത്തിൻ്റെ പിതാവ്. മാനവികതാവാദത്തിൻ്റെ പിതാവ് ആരാണ്? കാൾ റോജേഴ്സ്. അപ്പോൾ ആത്മാവബോധ സിദ്ധാന്തം, ആത്മാദരം, ആത്മാഭിമാനം, ആത്മബോധം എങ്ങനെയൊക്കെ പറഞ്ഞാലും അത് കാൾ റോജേഴ്സിൻ്റെ തിയറിയാണ്. അതുപോലെ തന്നെ മാനവികതാവാദത്തിൻ്റെ പിതാവാണ് ആര്? കാൾ റോജേഴ്സ്. കാൾ റോജേഴ്സിൻ്റെ മറ്റൊരു കാര്യം കൂടി നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? എന്തായിരുന്നു? അഹം അഹം മാതൃക. കാൾ റോജേഴ്സ് മുന്നോട്ട് വെച്ച ഒരു ആശയമാണ് അഹം അഹം മാതൃക. എന്താണ്? അഹം അഹം മാതൃക. ഞാൻ പറയുന്നതിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോയാൽ പിന്നെ പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ എൻ്റെ കൂടെ തന്നെ പഠിച്ചിട്ട് വരിക കേട്ടോ. കാൾ റോജേഴ്സ് എന്താണ് പറയുന്നത് നോക്കാം. ഒരു വ്യക്തി നേരിടുന്ന എല്ലാ മാനസിക പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കാനുള്ള കഴിവ് ഓരോ വ്യക്തിക്കും ഉണ്ട് എന്നാണ് ഇദ്ദേഹം സമർപ്പിക്കുന്നത്. ഒരു വ്യക്തി നേരിടുന്ന എല്ലാ മാനസിക പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കാനുള്ള കഴിവ് ഓരോ വ്യക്തിക്കും ഉണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് ഒരു വ്യക്തി എന്തെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ സഹായമോ അല്ലെങ്കിൽ പരിഹാരത്തിനോ വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. അതായത് സ്വയം തന്നെ ആ വ്യക്തിക്ക് പരിഹാരം കണ്ടെത്താനുള്ള കഴിവ് ഉണ്ട് എന്നാണ് ആര് പറയുന്നത്? കാൾ റോജേഴ്സ് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ സൊല്യൂഷൻസ് ഇല്ലാത്ത പ്രോബ്ലംസ് ഇല്ലാന്ന്? അതായത് പരിഹാരങ്ങളില്ലാത്ത പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞതുപോലെ എന്താ, നമുക്കൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള കഴിവ് നമ്മളിൽ തന്നെ ഉണ്ട് എന്നാണ് ആര് പറയുന്നത്? കാൾ റോജേഴ്സ് പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കുക. അതായത് നിങ്ങൾ കേട്ടറ്റ് എക്സാമോ അല്ലെങ്കിൽ PSC എക്സാംസൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കാം. നിങ്ങൾ പഠിക്കാത്തതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടത് നിങ്ങൾ തന്നെയാണ്. അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടത് നിങ്ങൾ കണ്ടെത്തിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അതാണ് കാൾ റോജേഴ്സ് ഇവിടെ പറയുന്നത്. ഇതിനായിട്ട് ഓരോ വ്യക്തിയും അഹം അഹം മാതൃക എന്നിവയുടെ പരസ്പര ബന്ധം മനസ്സിലാക്കണം എന്നുകൂടെ കാൾ റോജേഴ്സ് പറയുന്നു. അതായത് അതിനു വേണ്ടി മുന്നോട്ട് വെച്ച ഒരു അഹം അഹം മാതൃക
പ്രശ്നങ്ങൾ വരുമ്പോൾ പരിഹരിക്കാൻ കഴിയണം എന്നുണ്ടെങ്കിൽ അഹം, അഹം മാതൃക എന്നിവയുടെ പരസ്പര ബന്ധം മനസ്സിലാക്കണം എന്നുകൂടെ കാൾ റോജേഴ്സ് പറയുന്നുണ്ട്. അപ്പം നമുക്ക് എന്താണ് അഹം എന്ന് നോക്കാം. യാഥാർത്ഥ്യാധിഷ്ഠിത അഹം എന്നുകൂടെ പറയുന്നു. യാഥാർത്ഥ്യാധിഷ്ഠിത അഹം അഥവാ സെൽഫ് എന്ന് പറയുന്നു. റിയൽ സെൽഫ് എന്നും പറയുന്നു. എന്തൊക്കെയാണ് അഹം അല്ലെങ്കിൽ യാഥാർത്ഥ്യാധിഷ്ഠിത അഹം, സെൽഫ് അല്ലെങ്കിൽ റിയൽ സെൽഫ് എന്നുകൂടെ അറിയപ്പെടുന്നു. അപ്പം എന്താണ് അഹം? യാഥാർത്ഥ്യാധിഷ്ഠിത അഹം എന്ന് പറഞ്ഞാൽ എന്താണ്? താൻ എന്താണ്, ആരാണ്, തൻ്റെ കഴിവുകളും പരിമിതികളും എന്താണ് എന്നതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് അഹം. താൻ എന്താണ്, ആരാണ്, തൻ്റെ കഴിവുകളും പരിമിതികളും എന്താണ് എന്നതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് അഹം. അതായത് ഇപ്പോൾ നമ്മൾ എന്താണ്, ആരാണ്, ഇപ്പോൾ നമ്മൾക്കുള്ള കഴിവെന്താണ്, പരിമിതികൾ എന്താണ് എന്നതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് അഹം. എന്നാൽ അഹം മാതൃക താൻ ആരായി തീരണം എന്നതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. ഇനി ഞാൻ എന്താകും, താൻ ആരായി തീരണം എന്നതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് ആദരാത്മക അഹം അഥവാ അഹം മാതൃക. അഹം മാതൃകയെ ആദരാത്മക അഹം എന്നും ആദർശാത്മക അഹം എന്നും പറയുന്നു. അതായത് ഐഡിയൽ സെൽഫ് അഹം മാതൃക, ആദരാത്മക അഹം, ആദർശാത്മക അഹം, ഐഡിയൽ സെൽഫ് എന്നുകൂടെ പറയുന്നു. താൻ ആരായി തീരണം എന്നതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് അഹം. അതായത് താൻ ആരായി തീരാൻ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുവോ അതാണ് ആദർശാത്മക അഹം, ആദരാത്മക അഹം, അഹം മാതൃക അഥവാ ഐഡിയൽ സെൽഫ്. അഹം എന്നാലോ താൻ എന്താണ്, ആരാണ്, തൻ്റെ കഴിവുകളും പരിമിതികളും എന്താണ് എന്നതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. അതായത് യഥാർത്ഥത്തിൽ ഒരു വ്യക്തി ആരാണോ അതാണ് അയാളുടെ യാഥാർത്ഥ്യാധിഷ്ഠിത അഹം അല്ലെങ്കിൽ റിയൽ സെൽഫ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ, ഒരു വ്യക്തി നേരിടുന്ന എല്ലാ മാനസിക പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാനുള്ള കഴിവ് ഓരോ വ്യക്തിക്കുമുണ്ട്. എന്നാൽ അതിനു വേണ്ടിയിട്ട് അഹം, അഹം മാതൃക എന്നിവയുടെ പരസ്പര ബന്ധം മനസ്സിലാക്കണം. അതായത് ഇത് രണ്ടും തമ്മിലുണ്ടാവുന്ന പൊരുത്തക്കേടാണ് മനുഷ്യ ജീവിതത്തിലെ സകല പ്രശ്നങ്ങൾക്കും കാരണം. അഹം, അഹം മാതൃക ഇവ ഉണ്ടാവുന്ന പൊരുത്തക്കേടാണ് മനുഷ്യ ജീവിതത്തിലെ സകല പ്രശ്നങ്ങൾക്കും കാരണം. ഇത്തരത്തിലുണ്ടാവുന്ന പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് വേണ്ടി കാൾ റോജേഴ്സ് കൊണ്ടുവന്ന കൗൺസിലിംഗ് രീതിയാണ് ക്ലയൻറ്റ് സെൻറ്റേർഡ് തെറാപ്പി അഥവാ കക്ഷി കേന്ദ്രീകൃത ചികിത്സ. കക്ഷി കേന്ദ്രീകൃത ചികിത്സ, ക്ലയൻറ്റ് സെൻറ്റേർഡ് തെറാപ്പി. അഹം, അഹം മാതൃക തമ്മിലുണ്ടാവുന്ന പൊരുത്തക്കേടാണ് മനുഷ്യ ജീവിതത്തിലെ സകല പ്രശ്നങ്ങൾക്കും കാരണം. ഇത്തരത്തിലുണ്ടാവുന്ന പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് വേണ്ടി കാൾ റോജേഴ്സ് കൊണ്ടുവന്ന ഒരു കൗൺസിലിംഗ് രീതിയാണ് ക്ലയൻറ്റ് സെൻറ്റേർഡ് തെറാപ്പി, കക്ഷി കേന്ദ്രീകൃത ചികിത്സ. കൗൺസിലിംഗ് രീതി, ക്ലയൻറ്റ് സെൻറ്റേർഡ് തെറാപ്പി. അപ്പോൾ രോഗിയെ കേന്ദ്രീകരിച്ചുള്ള ചികിത്സ അതായത് ക്ലയൻറ്റ് സെൻറ്റേർഡ് തെറാപ്പി എന്ന ആശയത്തിൽ അധിഷ്ഠിതമായ സിദ്ധാന്തം ഏതാണ്? ആത്മാവബോധ സിദ്ധാന്തം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാ? ആത്മാവബോധ സിദ്ധാന്തം, സെൽഫ് തിയറി അല്ലേ? ഇതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണും, കാൾ റോജേഴ്സ് മാനവികതാവാദത്തിൽ എന്തിനാണ് പ്രാധാന്യം നൽകുന്നത്? മനുഷ്യൻ, മനുഷ്യത്വം എന്നിവക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അപ്പോൾ മനുഷ്യൻ, മനുഷ്യത്വം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന സമീപനമാണ് മാനവികതാവാദം അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു ഹ്യൂമനിസം അഥവാ മാനവികതാവാദം.
കാൾ റോജേഴ്സ് എന്താണ് പറയുന്നത്? കാൾ റോജേഴ്സ് അഭിപ്രായപ്പെടുന്നത് ഓരോ വ്യക്തിയും സ്വന്തം നിലയിൽ ഏറ്റവും മികച്ച വ്യക്തിയായി മാറുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. എന്താണ്? ഓരോ വ്യക്തിയും സ്വന്തം നിലയിൽ ഏറ്റവും മികച്ച വ്യക്തിയായിട്ട് മാറുവാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കാൾ റോജേഴ്സ് ഓരോ വ്യക്തിയെയും സ്വന്തമായി ചിന്തിക്കാൻ കഴിവുള്ള മനുഷ്യത്വവും നന്മയും നിറഞ്ഞ ആളായിട്ടാണ് പരിഗണിക്കുന്നത്. കാൾ റോജേഴ്സ് ഓരോ വ്യക്തിയെയും സ്വന്തമായി ചിന്തിക്കാനും കഴിവുകളുള്ള മനുഷ്യത്വവും നന്മയും നിറഞ്ഞ ആളായിട്ടാണ് കാൾ റോജേഴ്സ് പരിഗണിക്കുന്നത്. അതുപോലെ തന്നെ കാൾ റോജേഴ്സിൻ്റെ മറ്റൊരു ആശയമാണ് നിരുപാധിക പരിഗണന അല്ലെങ്കിൽ സ്നേഹം. എന്താണ് നിരുപാധിക പരിഗണന, സ്നേഹം എന്ന് പറഞ്ഞാൽ? നിരുപാധികമായ പരിഗണനയും തുറന്ന സ്നേഹവും വ്യക്തികൾക്ക് ശരിയായ വ്യക്തിത്വ സ്ഥാപനത്തിനും ആത്മസാക്ഷാത്കാരം നേടുന്നതിനും സഹായകമാകുന്നു. അതായത് നിരുപാധികമായ പരിഗണനയും തുറന്ന സ്നേഹവും വ്യക്തികൾക്ക് ശരിയായ വ്യക്തിത്വ സ്ഥാപനത്തിനും ആത്മസാക്ഷാത്കാരം നേടുന്നതിനും സഹായകമാകുന്നു. അതാണ് നിരുപാധിക പരിഗണന, സ്നേഹം എന്ന് പറഞ്ഞാൽ. അതുപോലെ മറ്റൊരു ആശയമാണ് പൂർണ്ണ വ്യക്തിത്വം. എന്താണ്? സഹജമായ കഴിവുകൾ ഉപയോഗപ്പെടുത്തി നിരന്തരം പ്രവർത്തനനിരതനായ ഒരു വ്യക്തിയെ പൂർണ്ണ വ്യക്തിത്വത്തിന് ഉടമയായി പരിഗണിക്കാം എന്ന് കാൾ റോജേഴ്സ് അഭിപ്രായപ്പെട്ടു. അടുത്ത ആശയമാണ് ഉത്ഗ്രഥിത വ്യക്തിത്വം. എന്താണ് ഉത്ഗ്രഥിത വ്യക്തിത്വം? പരിസ്ഥിതിയുമായി പൂർണ്ണമായും സമായോജനം സ്ഥാപിക്കുന്ന വ്യക്തിത്വമാണ് എന്ത്? ഇൻ്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി അഥവാ ഉത്ഗ്രഥിത വ്യക്തിത്വം. വ്യക്തിത്വത്തിൻ്റെ ഘടന എന്തൊക്കെയാണ്? ജൈവ വ്യവസ്ഥ, ആത്മാവബോധം, ആദർശാത്മകമായ ആത്മാവബോധം. എന്തൊക്കെയാണ്? ജൈവ വ്യവസ്ഥ, ആത്മാവബോധം, ആദർശാത്മകമായ ആത്മാവബോധം. മനുഷ്യൻ തൻ്റെ ആത്മാവബോധത്തെ വികസിപ്പിക്കാനും വിപുലീകരിക്കാനും അനസ്യൂതം പരിശ്രമിക്കുന്നതിനെയാണ് എന്ത്? വ്യക്തിത്വത്തിൻ്റെ ചലനാത്മകത എന്ന് പറയുന്നത്. അതായത് മനുഷ്യൻ തൻ്റെ ആത്മാവത്തെ വികസിപ്പിക്കാനും വിപുലീകരിക്കാനും അനസ്യൂതം പരിശ്രമിക്കുന്നതിനെയാണ് വ്യക്തിത്വത്തിൻ്റെ ചലനാത്മകത എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ലാസ്റ്റ് പറഞ്ഞ പൂർണ്ണ വ്യക്തിത്വം, ഉത്ഗ്രഥിത വ്യക്തിത്വം, വ്യക്തിത്വത്തിൻ്റെ ഘടന, അതുപോലെ തന്നെ വ്യക്തിത്വത്തിൻ്റെ ചലനാത്മകത, ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ടാൽ മതി. ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഭാഗമല്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് വ്യക്തിത്വ വികസനത്തിൽ അഹം മാതൃക എന്നീ ആശയങ്ങൾക്ക് നിർണായകമായ പങ്കുണ്ട്. വ്യക്തിത്വ വികസനത്തിൽ അഹം മാതൃക എന്നീ ആശയങ്ങൾക്ക് നിർണായകമായ പങ്കുണ്ട്. അതെന്തൊക്കെയാണ്? വ്യക്തിത്വ വികസനത്തിൽ അഹം മാതൃകയുടെ പങ്കെന്താണ്? അഹം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ പ്രായം, സെക്സ്, ഉയരം, വ്യക്തിത്വം, ഇഷ്ടാനിഷ്ടങ്ങൾ, ഇതൊക്കെ എന്തിലാണ് വരിക? അഹം എന്നതിൽ അല്ലേ? അപ്പോൾ അഹം മാതൃക എന്ന് പറയുമ്പോൾ ഒരു കുട്ടി ജനിച്ച് സാമൂഹീകരണ പ്രക്രിയ തുടങ്ങുമ്പോഴാണ് അഹംബോധം ഉടലെടുക്കുക. എന്താണ് അഹം മാതൃകയിൽ? ഒരു കുട്ടി ജനിച്ച് സാമൂഹീകരണ പ്രക്രിയ തുടങ്ങുമ്പോഴാണ് അഹംബോധം ഉടലെടുക്കുക. അതുപോലെ അഹംബോധത്തെക്കുറിച്ച് മർഫി, ബേൺസ് എന്നിവർ നിർവചനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മർഫി എന്താണ് പറഞ്ഞിട്ടുള്ളത്? എന്ത് നിർവചനമാണ് മർഫി നൽകിയിട്ടുള്ളത്? ഒരു വ്യക്തിക്ക് അയാളെക്കുറിച്ചുള്ള അറിവാണ് അഹം എന്നാണ് മർഫി പറഞ്ഞത്. എന്താണ്? ഒരു വ്യക്തിക്ക് അയാളെക്കുറിച്ചുള്ള അറിവാണ് അഹം എന്ന് മർഫി പറഞ്ഞു. അപ്പോൾ ബേൺസ് എന്താ പറഞ്ഞത്? ഒരു വ്യക്തി തന്നെക്കുറിച്ച് മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു കൂട്ടം മനോഭാവങ്ങളാണ് അഹം. ഒരു വ്യക്തി തന്നെക്കുറിച്ച് മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു കൂട്ടം മനോഭാവങ്ങളാണ് അഹം എന്ന് ബേൺസും നിർവചിച്ചു.
അതായത് മർഫി പറഞ്ഞു ഒരു വ്യക്തിക്ക് അയാളെ തന്നെ, അതായത് സ്വന്തം തന്നെ അയാളെക്കുറിച്ചുള്ള ഒരു അറിവാണ് അഹം എന്ന്. അപ്പോൾ ബേൺസ് പറഞ്ഞു എന്താ, ഒരു വ്യക്തിക്ക് തന്നെക്കുറിച്ച്, അതായത് സ്വന്തം തന്നെ മനസ്സിൽ എന്താണ് ഒരു കൂട്ടം മനോഭാവങ്ങൾ, ഞാൻ എന്താണെന്നൊക്കെ മനസ്സിൽ ഒരു കൂട്ടം മനോഭാവങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്, അതാണ് അഹം എന്ന് ബേൺസും നിർവചിച്ചു. അപ്പോൾ അഹം എന്നതിനെ നമുക്ക് എങ്ങനെയും പറയാം, ഒരു വ്യക്തിക്ക് സ്വന്തം കഴിവുകൾ, സവിശേഷതകൾ, ലക്ഷ്യങ്ങൾ, താല്പര്യങ്ങൾ, എന്താണ് സ്വന്തം കഴിവുകൾ, സവിശേഷതകൾ, ലക്ഷ്യങ്ങൾ, താല്പര്യങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് അഹം എന്നും നമുക്ക് അഹത്തെ നിർവചിക്കാം. ഇത് നല്ല വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിനും മാനസിക വ്യാപാരങ്ങളെ നിയന്ത്രിക്കുന്നതിനും വളരെയധികം സഹായിക്കുന്നുണ്ട്. നല്ല വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിനും മാനസിക വ്യാപാരങ്ങളെ നിയന്ത്രിക്കുന്നതിനും വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇത് ഒരു വ്യക്തിക്ക് തന്നെ വിലയിരുത്തുന്നതിനും പരിമിതികളെ മറികടക്കാനും സഹായിക്കുന്നു. ഒരു വ്യക്തിക്ക് തന്നെ സ്വന്തം തന്നെ വിലയിരുത്താനും അതുപോലെ തന്നെ തൻ്റെ പരിമിതികളൊക്കെ മറികടക്കാനും അഹം സഹായിക്കുന്നുണ്ട്. ഏതൊക്കെ കാര്യങ്ങളിലൂടെയാണ്? മറ്റുള്ളവരുടെ പ്രതികരണങ്ങൾ, മറ്റുള്ളവരുടെ താരതമ്യം, സോഷ്യൽ റോഡ്, താദാത്മീകരണം. മറ്റുള്ളവരുടെ പ്രതികരണങ്ങൾ, മറ്റുള്ളവരുടെ താരതമ്യം, സോഷ്യൽ റോഡ്, താദാത്മീകരണം അഥവാ ഐഡൻറ്റിഫിക്കേഷൻ എന്നതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വ്യക്തിക്ക് തന്നെ വിലയിരുത്തുന്നതിനും പരിമിതികളെ മറികടക്കാനും അഹം സഹായിക്കുന്നു. അപ്പോൾ ഒരു വ്യക്തിക്ക് അയാളുടെ സ്വഭാവത്തെക്കുറിച്ചും കഴിവുകളെക്കുറിച്ചും തൻ്റേതായ വ്യവഹാര രീതികളെക്കുറിച്ചുമുള്ള വിശ്വാസത്തിൻ്റെ ആകെ തുകയാണ് അയാളുടെ ആത്മബോധം. തൻ്റെ ചുറ്റുപാടുകളിൽ നിന്നും മറ്റുള്ളവരോടുള്ള ഇടപെടലുകളിൽ നിന്നുമാണ് ആത്മബോധം രൂപപ്പെടുന്നത്. തൻ്റെ ചുറ്റുപാടുകളിൽ നിന്നും മറ്റുള്ളവരോടുള്ള ഇടപെടലുകളിൽ നിന്നുമാണ് ആത്മബോധം രൂപപ്പെടുന്നത്. മാനവികതാവാദം എന്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത്? മനുഷ്യൻ, മനുഷ്യത്വം എന്നിവയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത്. അപ്പം മനുഷ്യൻ, മനുഷ്യത്വം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന സമീപനമാണ് മാനവികതാവാദം. മാനവികതാവാദത്തിൻ്റെ പിതാവാണ് കാൾ റോജേഴ്സ്. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് കാൾ റോജേഴ്സിനെ കുറിച്ചാണ്. കാൾ റോജേഴ്സിൻ്റെ മാനവികതാവാദം അല്ലെങ്കിൽ എന്താണ് ആത്മാവബോധ സിദ്ധാന്തമാണ് നമ്മളിന്ന് പഠിച്ചിട്ടുള്ളത്. കാൾ റോജേഴ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മുഴുവൻ ഭാഗങ്ങളും ഇന്നത്തെ ക്ലാസ്സോടുകൂടി നമ്മൾ തീർത്തു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടി നമ്മളെ ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും മനസ്സിലാവാത്തതോ ഡൗട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് ചോദിക്കുക.